Good morning, all. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഫാത്തിമ ഷഫീഖ മാം ആണ്. മാം സൈക്കോളജിസ്റ്റ് ആണ്, UPSC മെന്റർ ആണ്, ടീച്ചറാണ്, ട്രാവലർ ആൻഡ് മൈൻഡ്ഫുൾ പ്രാക്ടീഷണർ ആണ്. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. മാം ആദ്യമായിട്ടാണ് നമ്മളുടെ മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. Good morning, madam. Good morning, madam. മോർണിംഗ്. Good morning. സ്റ്റാർട്ട് ചെയ്യാം മാം. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് എല്ലാവരും എനിക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്റെ വോയിസ് ഓഡിബിൾ അല്ലേ? വീഡിയോ വിസിബിൾ അല്ലേ? ഒന്ന് പറയാമോ? യെസ് മാം, ഓഡിബിൾ ആണ്, അതെ. വിസിബിൾ ആണ്. ഓക്കെ, താങ്ക് യു അമ്മ. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. താങ്ക് യു സജന മാം. യെസ്, സോ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണമായിരുന്നു. ഞാൻ ഹോസ്റ്റ് ആക്കാം മാം. ഓക്കെ, താങ്ക് യു. ഷെയർ ചെയ്തോളൂ മാം. ആ, ഓക്കെ. യെസ്, എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഉണ്ട്. യെസ്, സോ ഞാൻ ഇന്ന് ടോപ്പിക് നിങ്ങൾ എല്ലാവരും പോസ്റ്ററിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക് ഇത് സൈക്കോളജി ഓഫ് ട്രാവൽ ആൻഡ് ഹാപ്പിനെസ്, എ ജേർണി ത്രൂ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യാത്ര പോവാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം യാത്ര പോകാൻ ഇഷ്ടമല്ലാത്ത ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ യാത്ര പോകാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാമോ? ഓർ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹാൻഡ്സ് ഡൗൺ ചെയ്യാമോ? ഓർ ചാറ്റ് ബോക്സിൽ പറയാം. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ഇഷ്ടം. നിഷ മാം പറഞ്ഞിട്ടുണ്ട് സെറ്റ്. ഞാൻ ആദ്യം റെഡി, ആദ്യമൊക്കെയാണ്. ശരിയാണ്, നിഷ മാം സ്റ്റാർട്ട് ചെയ്തെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. വി ആർ ആൾ റെഡി ഫോർ എ ട്രാവൽ, അല്ലെ? നമ്മളെല്ലാവരും ഒരു ജേണിക്ക് തയ്യാറായിട്ട് നിൽക്കാം. സൈക്കോളജി ഓഫ് ട്രാവൽ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സും കൂടെയാണ്. അതിന് ഒത്തിരി സൈക്കോളജിക്കൽ തലങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഹാപ്പിനെസ്സും കൂടെയാണ്, സന്തോഷം. ഓക്കെ, സോ എന്തുകൊണ്ട് ഇന്ത്യ തന്നെ സെലക്ട് ചെയ്തു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ തന്നെ സെലക്ട് ചെയ്യാൻ ഒരു റീസണും കൂടെയുണ്ട്. അതും നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കും. ഓക്കെ, സോ മനുഷ്യന്റെ യാത്രയുടെ ആരംഭം എന്ന് മുതൽക്കാണ് എന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? മനുഷ്യന്റെ യാത്രയുടെ ആരംഭം ഗസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഓക്കെ, പണ്ടത്തെ മനുഷ്യന്മാര്, ആധുനിക കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാര് അവരുടെ ജീവിതത്തിന്റെ ലൈഫിന്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, അതാണോ യെസ്. ഇങ്ങനെ പോവാറുണ്ട്? ഓക്കെ, അതായത് അതിലൊരു പോയിന്റ് ഉണ്ട്. ആക്ച്വലി മനുഷ്യൻ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും പിറവി എടുക്കുന്നത് തന്നെ ഒരു യാത്രയിലൂടെയാണ്. ഓക്കെ, അതായത് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എത്താനുള്ള യാത്ര, അത് കഴിഞ്ഞതിന് ശേഷം ജീവിതം ആരംഭിക്കുന്നത് മുതലുള്ള യാത്ര, മനുഷ്യരാശിയുടെ ആരംഭം മുതൽക്കുള്ള യാത്ര. ഓക്കെ, മനുഷ്യരാശിയുടെ ആരംഭം മുതൽക്കുള്ള യാത്രയെ പറ്റി സാപ്പിയൻസ് എന്ന് പറയുന്ന പുസ്തകത്തില് ഒത്തിരി തിയറികൾ പറയുന്നുണ്ട്. ഈ സാപ്പിയൻസിനകത്ത് പറയുന്നുണ്ട് മനുഷ്യൻ ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗമായി മാറിയിട്ട് അധിക കാലമായിട്ടില്ല.
അറിയാമല്ലോ, ഇപ്പോഴുള്ള മനുഷ്യന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാ. നമ്മളെല്ലാവരും സാപ്പിയൻസ് വിഭാഗത്തിൽ പെടുന്നവരാ. പക്ഷെ ഈ സാപ്പിയൻസിന് മുൻപ് ഓസ്ട്രലോപിത്തക്കസ് ഉണ്ടായിരുന്നു, രാമാപിത്തക്കസ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പല തരത്തിലുള്ള ബ്രെയിൻ ഉണ്ടായിരുന്നു. അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ വ്യത്യസ്തമായിരുന്നു ഇന്നുള്ള ആളുകളിൽ നിന്ന് അധികമൊക്കെ മാറിയിട്ടായിരുന്നു. സോ ഈ പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഏകദേശം ഈ റൂട്ടാണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആഫ്രിക്കയിൽ നിന്നും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് അവർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായി പല ഭാഗങ്ങളിലും പല രീതികളിലുമുള്ള ആളുകൾ ഉണ്ടായി തുടങ്ങി. ആ ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യസ്തമായിരുന്നു. ആ ആളുകളുടെ രൂപഘടനയും ഭാവവും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഓരോരുത്തർക്കും എൻഡ്യൂർ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഓരോരുത്തർക്കും ജീവിക്കാനും ത്രൈവ് ചെയ്യാനും സാധിക്കുന്ന പരിസ്ഥിതി വേറെ വേറെയായിരുന്നു. ഓക്കെ, അതും വ്യത്യസ്തമായിരുന്നു. സോ ഇങ്ങനെ ആഫ്രിക്കയിൽ നിന്നും തുടങ്ങി മറ്റ് പല രാജ്യങ്ങളിലേക്കും നമ്മൾ യാത്ര ചെയ്തു, മറ്റു പല ഭാഗങ്ങളിലേക്കും നമ്മൾ യാത്ര ചെയ്തു. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ചില സമയങ്ങളിൽ ഭക്ഷണം തേടിയാകാം, ചില സമയങ്ങളിൽ അനുയോജ്യമായ ഇണയെ തേടിയാകാം, ചില സമയങ്ങളിൽ അനുയോജ്യമായ കാലാവസ്ഥയ്ക്ക് വേണ്ടിയാവാം. ഓക്കെ, ഇത്തരത്തിൽ പല ഭാഗങ്ങളിലേക്ക് ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്ത്, ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും തുടങ്ങി പല ഭാഗത്തേക്ക് മാറി. അങ്ങനെയാണ് ഓസ്ട്രലോപിത്തക്കസ്, രാമാപിത്തക്കസ് തുടങ്ങിയിട്ടുള്ള പല പല വിഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വന്ന് അവസാനം ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഇന്നത്തെ മനുഷ്യന്റെ വർഗത്തിലേക്ക് എത്തിയത്. അതായത് നമ്മളെല്ലാവരും ഇന്ന് ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ കാണുന്നത് പോലെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നമ്മുടെ യാത്ര. മനുഷ്യവംശം ആരംഭിച്ചത് തന്നെ യാത്രയിലാണെന്ന് പറയാം. ഓക്കെ, മനുഷ്യന്റെ ജനനവും യാത്രയിൽ നിന്നാണ്, മനുഷ്യവംശത്തിന്റെ ജനനവും യാത്രയിൽ നിന്നാണ്. ഓക്കെ, അതിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, പ്രകൃതിക്കനുസരിച്ച്, നമ്മളുടെ ഓരോ തിരഞ്ഞെടുപ്പിനനുസരിച്ചും നമ്മളുടെ യാത്രകൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ യാത്രകളുടെ ദൂരം കൂടിക്കൊണ്ടേയിരിക്കും. ദൂരത്തിനനുസരിച്ച് നമ്മൾക്ക് കിട്ടുന്ന കാഴ്ചകളും അനുഭവങ്ങളും എപ്പോഴും വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തത അനുഭവിക്കാൻ വേണ്ടി കൂടെ ഇന്ന് മനുഷ്യൻ യാത്ര പോകുന്നുണ്ട് എന്നത് മാത്രമാണ് കാണുന്നത്. ഓക്കെ, നൗ യെസ്, ഇത് എവിടെയാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ്. പക്ഷെ നമ്മൾ രാവിലെ തന്നെ ഇതുപോലെ നീണ്ട ഒരു വഴിയില് നല്ല ചെറിയ മഞ്ഞിന്റെ കണങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഈ കാണുന്ന പച്ചപ്പ് നിറഞ്ഞ ഈ വഴി കൂടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മാനുകൾ ഇങ്ങനെ റോഡ് മുറിഞ്ഞു കിടക്കുന്നു. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇത്. ഓക്കെ, ഇത് നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥലമാണ്. എവിടെയെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ? വയനാടാണ്. വയനാട് ജില്ലയിലാണ്. എനി ഗസ്? യെസ്, പറഞ്ഞോളൂ. ഓക്കെ, മുത്തങ്ങ. റൈറ്റ്, മുത്തങ്ങ. ഈ നമ്മുടെ വയനാട് ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, വയനാട് എന്ന് പറയുന്ന ഭാഗത്ത് മുത്തങ്ങ, അതുപോലെ മുതുമലൈ, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഗർഹോളി തുടങ്ങിയിട്ടുള്ള ഒരു പർട്ടിക്കുലർ, ഇതിന്റെ എല്ലാം കൂടെ ഒരു കൺഫ്ലുവൻസ് ആണ്. തമിഴ്നാട്, കർണാടക, കേരളം തുടങ്ങിയിട്ടുള്ള മൂന്ന് സംസ്ഥാനങ്ങളുടെയും കൂടെ ഒരു കൺഫ്ലുവൻസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ആ മൂന്ന് ഭാഗത്ത് ഏകദേശം ഇതുപോലെയുള്ള ഒരു സംഭവമായിരിക്കും. ഇത് മുത്തങ്ങ ഓർ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നറിയപ്പെടുന്ന ഭാഗത്തു നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാവിലെ ഒരു പോസിറ്റിവിറ്റിക്ക് കൂടെ വേണ്ടിയിട്ട് എനിക്ക് തോന്നി നമുക്ക് ഇത് ആഡ് ചെയ്യാമെന്ന് തോന്നി. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ ടോപ്പിക്കിനകത്ത് ഫസ്റ്റ് ഉള്ളത് സൈക്കോളജി ഓഫ് ട്രാവലിംഗ് എന്നുള്ളതാണ്. സോ ഈ സൈക്കോളജി ഓഫ് ട്രാവലിംഗ് ആൻഡ്രൂ സ്റ്റീവൻസൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സൈക്കോളജി ഓഫ് ട്രാവലിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, എ ചേഞ്ച് ഓഫ് എയർ ക്യാൻ ബ്രിങ് സൈക്കോളജിക്കൽ റീസ്റ്റോറേഷൻ. ഒന്നുമില്ല, ഇത്ര വലിയ സംഭവങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കും ചിലപ്പോൾ ബോറടിക്കും രാവിലെ അല്ലേ.
സിമ്പിളായി പറയുമ്പോൾ നമ്മളെ തന്നെ വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ നമ്മളുടെ സൈക്കോളജിക്കൽ ഫിസിക്കൽ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ആന്തരികമായും ശാരീരികമായും നമ്മളെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളുടെ യാത്രകൾ സഹായിക്കും. അതുപോലെ തന്നെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ചുറ്റുമുള്ള വേൾഡ്, ഭൂലോകത്തെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്ക് എല്ലാ ദിവസവും ഉള്ള ടെമ്പററി ആയിട്ടുള്ള ഈ ഫിസിക്കൽ ആൻഡ് മെന്റൽ അതായത് ഒത്തിരി സ്ട്രെസ്സുകൾ ഉണ്ട് നമ്മുടെ ലൈഫ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മിക്കവരും പോകുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് സർക്കിളിലൂടെ അല്ലേ. രാവിലെ എണീക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് വർക്കിന് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും സെയിം കാര്യങ്ങൾ ചെയ്യുന്നു, റിപ്പീറ്റ്. മറ്റേ ആ സിനിമയിൽ S.J. സൂര്യ പറഞ്ഞ പോലെ വന്ത സുത്ത സെത്ത റിപ്പീറ്റ് എന്ന് പറയില്ലേ, അതുപോലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, റിപ്പീറ്റ്. ബട്ട് ഇതുപോലെയുള്ള ഫിസിക്കൽ ആൻഡ് മെന്റലി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു റൂട്ടീനിൽ നിന്നും ഒരു ചെറിയ ഡീവിയേഷൻ, ദാറ്റ് ഈസ് വാട്ട് യാത്ര ഇസ് ഓൾ അബൌട്ട് എന്നും ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ആൻഡ് ഈ തേർഡ് പോയിന്റ് കണ്ടോ, ട്രാവൽ ഇസ് മോർ ദാൻ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. നമ്മളെ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മൂവിങ്, അതായത് ഒരു സ്ഥലത്തിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറുന്നു എന്നതിനപ്പുറം വേറെ കുറെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്. ഒരു പക്ഷെ നമ്മുടെ ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ആവാം, സ്വയം നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നു, നമ്മളുടെ ചിന്തകൾ നാരോ ആയിരിക്കില്ല. പിന്നീട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ എന്നും വിശാലമായിരിക്കും. എല്ലാ കാര്യത്തിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സ് പാകമായിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു സന്തോഷ് ജോർജ് കുളങ്ങര സാറിന്റെ വേർഡ്സ് ഇതുപോലെയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, സോ അധികം പണ്ടൊന്നും ആയിട്ടില്ല കേട്ടോ, ഞാൻ 10th അതുപോലെ 11th പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കൂടെ ഞാൻ വാങ്ങുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് ലേബർ ഇന്ത്യ എപ്പോഴും വാങ്ങുമായിരുന്നു. അതിന്റെ പുറകിലുള്ള യാത്രാ വിവരണം കാണുക എന്നുള്ളതാണ് എന്റെ പ്രൈമറി എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ സഞ്ചാരമായി, സഫാരിയായി, മോഡുകൾ മാറി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയുന്നില്ലേ. യെസ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സൈക്കോളജി ഓഫ് യാത്ര ഓർ സൈക്കോളജി ഓഫ് ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റഡീസും കൂടെ പറയണ്ടേ. ഈ സ്ലൈഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള കുറച്ച് സ്റ്റഡീസിന്റെ പേരുകളാണ്. ഫസ്റ്റ് വൺ, ഹാപ്പിനെസ് ത്രൂ വെക്കേഷനിങ്, ജസ്റ്റ് എ ടെമ്പററി ബൂസ്റ്റ് ഓർ ലോങ് ടേം ബൂസ്റ്റ്. ആ ഹാപ്പിനെസ് സ്റ്റഡീസിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, റിസർച്ച് ഷോസ് ദാറ്റ് ട്രാവൽ ക്യാൻ മേക്ക് അസ് ഹാപ്പിയർ. അതായത് ട്രാവല്, യാത്ര ചെയ്യുന്നത് നമ്മളെ ഹാപ്പിയർ ആക്കുന്ന പറയുന്നത്. ഓക്കെ, അത് ഈ 2011 വന്നിട്ടുള്ള സ്റ്റഡിയിൽ കൃത്യമായി പറയുന്നുണ്ട്. ട്രാവൽ നമ്മളെ ഹാപ്പി ആക്കും. അത് മാത്രമല്ല, ഒരു പക്ഷേ നമ്മൾ ഒരു തവണ യാത്ര ചെയ്തു എന്ന് വിചാരിച്ച് അത് എപ്പോഴും ജീവിതകാലം മുഴുവൻ അങ്ങനെ സന്തോഷം, ആ ഒരൊറ്റ യാത്രയിൽ നിന്നും സന്തോഷം തരുമെന്നല്ല പറയുന്നത്. പക്ഷേ ഇറ്റ് വിൽ മേക്ക് അസ് ഹാപ്പിയർ. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റഡീസ്, വൈ ട്രാവൽ പ്രൊലോങ്സ് ഹാപ്പിനെസ് എന്ന് പറയുന്ന സ്റ്റഡീസിനകത്ത് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ, ആ ഡെസ്റ്റിനേഷൻസിൽ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ യാത്ര ആരംഭിക്കും. അപ്പം മുതൽ അതിന് മുൻപ് തന്നെ നമ്മുടെ യാത്രയെ കുറിച്ച് ഓർത്ത് തന്നെ നമുക്ക് ഹാപ്പിനെസ് കിട്ടും എന്നാ പറയുന്നത്. അതായത് ഓരോ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് ആ ഹാപ്പിനെസ് വന്ന് നിറയും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഹോസ്റ്റലില് ഞങ്ങളുടെ ആന്റി ഉണ്ട്. ആന്റി മംഗളും ദേവർ ഏജ്ഡ്, കുറച്ച് ഏജ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് മക്കളില്ല, ഞങ്ങൾ മാത്രമാണ് അവിടെ കുട്ടികളായിട്ടുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം 2025 24 ആണെന്ന് തോന്നുന്നു, നമ്മുടെ ഇന്ത്യയില് ഓൾമോസ്റ്റ് 120 വർഷത്തിന് ശേഷം ഒരു മഹാകുംഭമേള നടന്നിട്ടുണ്ടായിരുന്നു വാരണാസിയിൽ വെച്ചിട്ട്. അപ്പോ ഈ മഹാകുംഭമേള നടക്കുന്നതിന് അവർക്ക് പെട്ടെന്ന് സർപ്രൈസ് ആയിട്ടാണ് പോകാൻ പറ്റിയത്. ഓൾമോസ്റ്റ് 1 month മാത്രമേ പ്ലാൻ ഇടാനുള്ള സമയം കിട്ടിയുള്ളൂ. ഈ ഒരു മാസത്തെ ഒരു ദിവസം പോലും ഈ ആന്റി വന്ന് ഞങ്ങളോട് ഇത് ഷെയർ ചെയ്യാതിരുന്നിട്ടില്ല. അവരുടെ ലൈഫിൽ ഇന്നും അവർക്ക് ഒറ്റപ്പെടല, അവർക്ക് മക്കളില്ല, അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ചുറ്റുപാടും അത്ര അധികം ആളുകളുമായിട്ടും ഉള്ള റിലേഷൻഷിപ്സ് ഇല്ല. ബിക്കോസ് ഇതൊരു സിറ്റിയാണ്. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നിലവിൽ തിരുവനന്തപുരത്താണുള്ളത്. സോ ഇതൊരു സിറ്റിയാണ്, അധികം ആളുകളുമായിട്ട് കണക്ഷൻ ഇല്ല. പക്ഷെ ഒരു ദിവസം പോലും ഈ അങ്കിളും ഈ ആന്റിയും ഞങ്ങളുടെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്യാതിരുന്നിട്ടില്ല.
മോളെ ഞങ്ങൾ ഇങ്ങനെയാ പോകുന്നത്, ഞങ്ങൾ വാരണാസിയിൽ പോവാ, ഗംഗ ആരതിയിൽ പോവാ. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭക്തിയുടെ ട്രിപ്പ് മാത്രമാണ്. പക്ഷേ ആ ഭക്തി എന്ന് പറയുന്ന സാധനത്തിനേക്കാൾ ഉപരി അവർക്ക് ഈ പറയുന്ന ഒരു മേഖലയിൽ ഈ പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും അതിന്റെ ഒരു ഡെയിലി ഉള്ള ദിനചര്യകളിൽ നിന്നും വരുന്ന ഒരു വ്യത്യാസം എത്രത്തോളം അവരെ ഹാപ്പിനെസ് ആക്കുന്നുണ്ട് എന്നുള്ളത് ദിവസവും അവരുടെ ഉള്ള ഈ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാവുമായിരുന്നു. ഓക്കെ, സോ അത് തന്നെ ഈ രണ്ടാമത്തെ സ്റ്റഡീസിലും പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമല്ല നിങ്ങളുടെ യാത്രയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഉള്ളത്. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം ദിസ് ആന്റിസിപ്പേഷൻ ആൻഡ് പ്ലാനിങ് ഇറ്റ് സെൽഫ്. അവിടെ മുതൽ തുടങ്ങുന്ന പറയുന്നത്. അതുപോലെ തന്നെ ട്രാവലിംഗ് നമുക്കൊരു വലിയ സൈക്കോളജിക്കൽ സ്പേസ് ആണ് തരുന്നത്. നമ്മുടെ സോഷ്യൽ കണക്ഷൻസ് ഇംപ്രൂവ് ആക്കാൻ, അതുപോലെ മൂവ്മെന്റിന്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ റെസ്റ്റ്, എവറിത്തിങ് എല്ലാം ഈ യാത്രയിലുണ്ട്. നമ്മുടെ ക്ലാസ്സുകളുടെ ഉദ്ദേശം എന്താണ്? പോസിറ്റീവ് സൈക്കോളജി, പോസിറ്റിവിറ്റി. ഈ പോസിറ്റീവ് സൈക്കോളജിയിൽ പറയുന്നത് പുതിയ പുതിയ എക്സ്പീരിയൻസസ് നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ പുതിയ പുതിയ ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്ത്, പുതിയ പുതിയ പോസിറ്റീവ് ഇമോഷൻസ് നമുക്ക് കിട്ടുന്ന സമയത്ത് വി ആർ ഹാപ്പി. ഓക്കെ, സോ അതുപോലെയുള്ള കാര്യങ്ങൾക്കും നമ്മളെ യാത്ര ഹെൽപ്പ് ആക്കുന്നുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ സൈക്കോളജിയിൽ നിന്നും നമ്മുടെ സൈക്കോളജി ഓഫ് ജേർണി ആൻഡ് ട്രാവലിംഗ് എന്നുള്ളത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പറ്റിയും കുറച്ച് നമുക്ക് പറയണമല്ലോ. ഇനി ഇതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്ത് കുറയ്ക്കും, സ്ട്രെസ് കുറയ്ക്കും, മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ആക്കും, സ്ട്രെസ് കുറയ്ക്കും. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കാൻ, പുതിയ പുതിയ പ്ലേസസ് കാണുമ്പോൾ, പുതിയ ആളുകളെ കാണുമ്പോൾ, പുതിയ എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി കൂടും എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആകും, പല കാര്യങ്ങളോട് അഡാപ്റ്റ് ആവും, പല കാര്യങ്ങളോട് ലേൺ ആവും. ഓക്കെ, അഡാപ്റ്റേഷൻ എനിക്ക് തോന്നുന്നു എന്തിനോടും നമ്മൾക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ യോജിച്ച് പോകാനുള്ള കഴിവ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ഒരു ബെസ്റ്റ് കഴിവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചാൾസ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത് പോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അനുയോജ്യമായവൻ മാത്രം സർവൈവ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്നത്തെ കാലത്ത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. നൗ നമ്മുടെ ക്രിയേറ്റിവിറ്റി, കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി, പുതിയ പുതിയ കൾച്ചേഴ്സ് വരുന്നു, പുതിയ പുതിയ എൻവയോൺമെന്റ്സ് ഉണ്ടാകുന്നു. ഇവയൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും ആ ക്രിയേറ്റിവിറ്റി ഒക്കെ എൻഹാൻസ് ചെയ്യാനും ഉള്ള ഒരു കഴിവായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ വെൽബീങ് ഓഫ് കോഴ്സ് ഇൻക്രീസ് ആവും. നമ്മൾ മുൻപ് കണ്ട എല്ലാ സ്റ്റഡീസിലും അത് തന്നെ പറയുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഇനി നൗ അവർ വെരി ടോപ്പിക്, വൈ ഇന്ത്യ. ഓക്കെ, കുറെ ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? എനിവൺ? വടക്കേ ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ട്, അല്ലാതെ എല്ലായിടത്തൊന്നും പോയിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല കാര്യം. യെസ്, ഞാനും ഇതുപോലെ വടക്കേന്ത്യയിൽ പോയിട്ടുണ്ട്, പക്ഷെ എല്ലായിടത്തൊന്നും പോയിട്ടില്ല. പക്ഷെ ഞാൻ കുറെ വായിച്ചിട്ടും അതുപോലെ പോയവരുടെ അനുഭവങ്ങൾ കേട്ടിട്ടും ഇന്ത്യ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ലാൻഡാണ്. നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ലാൻഡാണ്. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം എടുക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലെ അങ്ങ് അവിടെ മുതൽ ലൈക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, കാസർഗോഡ് മുതൽ ഇവിടെ തിരുവനന്തപുരം വരെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളും ഓരോരോ സ്ഥലങ്ങൾക്കനുസരിച്ച് ഓരോരോ കുഞ്ഞു കുഞ്ഞു പ്ലേസിനനുസരിച്ചും നമ്മളുടെ ഭാഷ മാറുന്നുണ്ട്, ഡയലക്റ്റ് മാറുന്നുണ്ട്. ഭാഷ മലയാളമാണ്, പക്ഷെ ഡയലക്റ്റ് മാറുന്നുണ്ട്, സംസാരിക്കുന്ന രീതി മാറുന്നുണ്ട്, അതുപോലെ ഭക്ഷണം മാറുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് മലബാർ, കണ്ണൂർ ഭാഗത്ത് ഒത്തിരി ടൈപ്പ് ഓഫ് നോൺ വെജ് ഫുഡിന് വളരെ പ്രശസ്തമാണെന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരംകാരുടെ സദ്യ വളരെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. സെൻട്രൽ കേരളയിൽ നോക്കുമ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ തമിഴ് മണമുള്ള തെരുവുകൾ എന്നാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പാലക്കാടുകാരിയാണ്, പാലക്കാട് ആണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് പാലക്കാടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ ആ സമയത്ത് കൽപ്പാത്തിയൊക്കെ പോകുമ്പോൾ ശരിക്കും നമുക്ക് ആ ഫീൽ ചെയ്യാൻ പറ്റും. കൽപ്പാത്തി, കാപ്പി മണമുള്ള തെരുവുകൾ, തമിഴ് ചുവയുള്ള തെരുവുകളൊക്കെ, രാവിലെ എണീക്കുന്നു, കോലമിടുന്നു, അതൊക്കെ വളരെ നല്ലൊരു കൾച്ചറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ഇവിടെ മാത്രമല്ല ഉള്ളത്. ഇതിന്റെ വേറൊരു വേർഷൻ നമ്മുടെ സൗത്ത് ഇന്ത്യയില് ഈ തമിഴ്നാട്, അതുപോലെ മഹാരാഷ്ട്ര, ആന്ധ്ര ഭാഗങ്ങളിൽ പലതുണ്ട്. കോലു, ബൊമ്മ കോലു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല രീതിയിൽ അത് വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ചിത്രത്തിൽ തന്നെ, ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ചിത്രത്തിൽ തന്നെ അതിനുള്ള ഒരു പ്രധാന എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയും.
ബിക്കോസ് നോക്കി ഇന്ത്യൻ സ്പൈസസ്, നിങ്ങൾ ഗുണ്ടൂർ കാരം എന്ന് കേട്ടിട്ടുണ്ടോ? ഗുണ്ടൂർ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ചില്ലിയാണത്. അതുപോലെ അതിലും ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ചില്ലി നാഗാലാൻഡിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലൂടെ മൊത്തം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകാം എത്രത്തോളമാണ് നമ്മുടെ കൊളോണിയൽ ഹിസ്റ്ററി, അതായത് വിദേശ ശക്തികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് വിദേശ ശക്തികൾ എത്രത്തോളം നമ്മുടെ കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഫുഡ് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, സ്ഥലമായിക്കോട്ടെ, അനുഭവങ്ങളായിക്കോട്ടെ, അതുപോലെ തന്നെ ആർക്കിടെക്ചർ ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, ആൻഡ് എവറിത്തിങ്, ലിറ്ററലി ഈവൻ ട്രൈബൽസ്, ആദിവാസി വിഭാഗങ്ങൾക്ക് വരെ ഈ വ്യത്യാസമുണ്ട്. അത്രയും സൂക്ഷ്മമായിട്ട് നമ്മൾക്ക് ഇന്ത്യയിലെ എല്ലാ അനുഭവങ്ങളും ഒരാൾക്ക് ഒരു ജീവിതത്തിൽ മുഴുവൻ അനുഭവിച്ചു തീർക്കാൻ പറ്റും തോന്നില്ല. ലൈക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തോന്നില്ല. ഓഫ് കോഴ്സ് ഇന്ത്യയിൽ സ്വയം യാത്ര ചെയ്യുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എല്ലായിടത്തും പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ഉള്ളതുപോലെ തന്നെ എല്ലായിടത്തും അതുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫാസിനേറ്റിംഗ് ലാൻഡാണ്. നൗ ഓക്കെ, ഇതൊരു വീഡിയോ ആണ്, ഞാനിത് പ്ലേ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഏകദേശം എല്ലാ സ്ഥലങ്ങളും കാണിക്കുന്നുണ്ട് ഇന്ത്യയുടെ അകത്ത്. ഓക്കെ, ഇപ്പൊ നമുക്ക് അത്രയധികം സമയം നമ്മൾ എടുക്കാത്തത് കൊണ്ട് ഞാൻ ഇതിപ്പോ ഈ വീഡിയോ ഇങ്ങനെ സ്പീഡിൽ പ്ലേ ചെയ്ത് പോവാം. പക്ഷെ ഓരോ ഭാഗത്ത് പോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, സോറി. ഓക്കെ, 2019 എനിക്ക് കുറച്ച് ബോധമുള്ള സമയത്ത്, 2019 ഇങ്ങനെ നമ്മുടെ ഡിഗ്രി ഒക്കെ അവസാനിക്കാനുള്ള സമയത്താണ് ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് ഒന്ന് സഞ്ചരിക്കുന്നത്. അതിനു മുൻപ് പോയിട്ടുണ്ട്, പക്ഷെ ചെറുപ്പത്തിൽ എപ്പോഴുമാണ്. ആ സമയത്ത് ഞാൻ പോയപ്പോഴാണ് എത്രത്തോളം ഫാസിനേറ്റിംഗ് ആണ് നമ്മുടെ രാജ്യം എന്നുള്ളതിന്റെ ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റിൽ ഞാൻ കാണിച്ചിട്ടുള്ള റൂട്ട് അത് കോയമ്പത്തൂർ, ന്യൂഡൽഹി, ഹസ്രത്ത് നിസാമുദ്ദീൻ, കൊങ്ങു SF എക്സ്പ്രസ് ആണ്. ഓക്കെ, ഈ കൊങ്ങു എന്ന് പറഞ്ഞിട്ടുള്ള കൊങ്ങുനാട് എന്ന് പറയും. നമ്മുടെ പണ്ട് നമ്മുടെ കേരളത്തിൽ, അല്ലെങ്കിൽ കേരളം മാത്രമല്ല തമിഴ്നാട്ടിലെ കുറച്ച് ഭാഗങ്ങളും കൂടെ ചേർന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു നാടാണ് കൊങ്കുനാട് എന്ന് പറയുന്നത്. ഈ കൊങ്കുനാടിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതെന്നാണ് കൊങ്കു SF എക്സ്പ്രസ് എന്ന് വരുന്നത്. ഓക്കെ, അവിടെ നിന്ന് കോയമ്പത്തൂർ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഹസ്രത്ത് നിസാമുദ്ദീൻ, ന്യൂഡൽഹി വരെ പോകുന്ന ഒരു ട്രെയിനാണിത്. ഓക്കെ, ഈ പോകുന്ന വഴിക്ക് ആന്ധ്രാപ്രദേശിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ആദ്യം തമിഴ്നാട് കടക്കുന്നുണ്ട്, പിന്നെ കർണാടക കയറുന്നുണ്ട്, ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഈവൻ ഉത്തർപ്രദേശിന്റെ കുറച്ച് ഭാഗങ്ങൾ, രാജസ്ഥാന്റെ ഒരു കുഞ്ഞു പ്ലേസ്, ആൻഡ് ഡയറക്ട് ടു ഡൽഹി, ഹരിയാന വഴി ഡൽഹി. ഓക്കെ, ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു യാത്രയില് ഓരോ സംസ്ഥാനങ്ങൾ പിന്നിടുമ്പോഴും ഒരു പക്ഷെ ജോഗ്രഫി പഠിച്ചിട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ജോഗ്രഫി മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് നമ്മുടെ ഇന്ത്യ കിടക്കുന്നുണ്ടായിരുന്നത്. ഓരോ സംസ്ഥാനങ്ങളും പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, ആദ്യം എന്നെ സ്വാഗതം ചെയ്തത്, ഓരോ സ്ഥലത്തും സ്വാഗതം ചെയ്തത് അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലെക്സുകളാണ്. സ്വാഭാവികമായിട്ടും ആന്ധ്രാപ്രദേശിലേക്ക് എത്തുന്ന സമയത്ത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലേക്ക് എത്തിയ സമയത്ത് ജയലളിതയുടെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നാഗ്പൂർ എത്തുന്ന സമയത്ത് നാഗ്പൂർ ഓറഞ്ചിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ, പിന്നെ യമുന നദി, അതുപോലെ ചമ്പൽ കാടുകള്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോഴും ഇതുപോലെ ന്യൂഡൽഹിയിൽ നിന്നും തുടങ്ങിയിട്ട് അവസാനം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്, ഷൊർണൂരിലേക്ക് എത്തുന്നത് കൊങ്കൺ വഴിയാണ്. കൊങ്കൺ വഴി എന്ന് പറയുമ്പോൾ കൊങ്കൺ കോസ്റ്റ് ഓർ കൊങ്കൺ റൂട്ട് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രെയിൻ ജേർണി എന്ന് വേണേൽ പറയാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിൻ ജേർണിയാണ് ഈ കൊങ്കൺ കോസ്റ്റ് വഴിയുള്ളത്. അത് അവിടുത്തെ വെസ്റ്റേൺ ഗാട്സ്, നമ്മളുടെ പശ്ചിമഘട്ട മലനിരകൾ തരുന്ന ഒരു സുന്ദരമായ കാഴ്ചകൾ, ആ കാഴ്ചകളുടെ അനുഭൂതികൾ അതെല്ലാം അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ടുകൂടെയാവാം. പിന്നെ നമ്മുടെ ഇന്ത്യയില് സഞ്ചാരികൾ എത്തി തുടങ്ങിയിട്ട് അധിക കാലം ആയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പണ്ട് കാലം മുതൽ ഹുയാങ് സാങ് ആയിക്കോട്ടെ, ഇബ്നു ബത്തൂത്ത ആയിക്കോട്ടെ, മാർക്കോ പോളോ ആയിക്കോട്ടെ, മെഗസ്തനിസ് ആയിക്കോട്ടെ,
ഇവരെല്ലാം നമ്മുടെ ഇന്ത്യയിൽ പണ്ട് മുതലേ വന്നിട്ടുണ്ട്. ഹുയാങ്സാങ് നളന്ദ സർവകലാശാലയിൽ താമസിച്ച് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം നളന്ദ സർവകലാശാലയെ പറ്റി ഒത്തിരി എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ബുദ്ധിസം ഇവിടെ ബുദ്ധിസം ആരംഭിച്ചത് ഇവിടെ നിന്നാണെങ്കിലും ഇപ്പൊ ഇവിടെ അത്ര ഫ്ലറിഷ്ഡ് അല്ല എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വന്ന സമയത്ത്. ഇബ്നു ബത്തൂത്ത വന്നതിന് ശേഷം അദ്ദേഹം കിതാബുൽ റിഹ്ല എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് നമ്മുടെ ഇന്ത്യയെ പറ്റി എഴുതിയിട്ടുണ്ട്. മാർക്കോ പോളോ വെനീസിൽ നിന്നും വന്ന് ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജനങ്ങളെ പറ്റി എഴുതി. അദ്ദേഹം സൂര്യഭൂമി എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇന്ത്യനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ മെഗസ്തനിസ് മൗര്യ സാമ്രാജ്യത്തിൽ നിന്നും വന്നു. അദ്ദേഹത്തിന്റെ ഇന്ത്യക്ക എന്ന് പറയുന്ന പുസ്തകത്തിനകത്തും ഇതുപോലെ ഇന്ത്യയെ പറ്റി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സോ അതിനുശേഷം ഈ വിദേശ സഞ്ചാരികൾക്കൊക്കെ ശേഷമാണ് അതിനുശേഷം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഒക്കെ കടന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാരൊക്കെ വരുന്നത്. അപ്പോ ഇത്തരത്തിൽ പ്രാചീന ഭാരതത്തിൽ നിന്നും പോയിട്ടുള്ള വിദേശ സഞ്ചാരികൾ കൊടുത്ത അറിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്നും ഒരു വണ്ടർലാൻഡ് ആണ്. ഓക്കെ, ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വണ്ടർലാൻഡ് ആയിട്ടാണ് അവിടെയുള്ള യൂറോപ്യൻ ഭാഗത്തുള്ള ആളുകൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കിട്ടാത്ത സ്പൈസസ് ഇല്ല, കിട്ടാത്ത തുണിത്തരങ്ങളില്ല, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഇല്ല, ഭക്ഷണങ്ങളില്ല, അത്രയും ആളുകളുണ്ട്, വൈഡ് വെറൈറ്റീസ് ഉണ്ട്. ഇതല്ലാത്ത നമ്മുടെ നാട്ടിലെ കുറച്ച് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഉണ്ട്. ആക്സെപ്റ്റബിൾ ആയതും, അതായത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുമുള്ള പലതരത്തിലുള്ള ഒരു വണ്ടർലാൻഡ് ആണത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ നമ്മുടെ ഹാപ്പിനെസ് ടു ട്രാവൽ മാപ്പിനകത്ത് ഫസ്റ്റ് വൺ ഫുഡ്. ഓക്കെ, കേരളത്തിലെ കേരള ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, കഥകളി ഉണ്ട്, നമ്മുടെ ഫിൽട്ടർ കോഫി, തമിഴ്നാട് ഫിൽട്ടർ കോഫി പറഞ്ഞതുപോലെ തന്നെ ഈ പാലക്കാട് പോയി കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഓക്കെ, പിന്നെ മസാല ദോശ, അതുപോലെ ഗോവയിലെ ബീച്ചുകള്, ഓരോന്നും ഓരോ വ്യത്യസ്തമാണ്. സൗദിയിൽ പോരുന്ന സമയത്ത് ഒരു തവണ ജോർദാനിൽ ഒരു ഫ്രണ്ടിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷീസ് ഓൾസോ ഫ്രണ്ട് റൈറ്റ് നൗ ഓൾസോ, ഷീസ് ഓൾസോ മൈ ഫ്രണ്ട്. സോ ഞാൻ പുള്ളിക്കാരനെ പരിചയപ്പെട്ടപ്പോൾ ആൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ കൺട്രി എങ്ങനെയാണ്, നിങ്ങളുടെ രാജ്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ കാര്യം എങ്ങനെ ഉണ്ടായിരുന്നു. ഇഫ് യു ഗോ ടു ദ എക്സ്ട്രീം നോർത്തേൺ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മഞ്ഞ് നിറഞ്ഞ പർവ്വതങ്ങൾ കാണാം. താഴേക്ക് വരികയാണെങ്കിൽ കൊടും കാടാണ്. അതിലും കൊടും കാടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനവിഭാഗമാണ് നോർത്ത് ഈസ്റ്റിലുള്ളത്. നമ്മളുടെ 7 സഹോദരിമാർ എന്ന് പറയുന്ന 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആസാം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് പോലെയുള്ള സ്ഥലങ്ങൾ, സിക്കിം പോലെയുള്ള സ്ഥലങ്ങൾ. ഓക്കെ, അതിന് പുറമെ ഏറ്റവും കൂടുതൽ ഡ്രൈയസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മുടെ രാജസ്ഥാനിലെ താർ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഈ താർ ഡെസേർട്ടിൽ കൽബേലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ജിപ്സീസ്. അവർ ട്രൈബൽ ജിപ്സീസ് എന്നാ പറയുന്നത്. അവരുണ്ടല്ലോ ഈ പാമ്പ് പിടുത്തക്കാർ എന്നാ അവർ പറയുന്നത്. അവരെ പറ്റിയുള്ള ഡോക്യുമെന്ററീസ് ഒത്തിരി അവൈലബിൾ ആണ്, യൂട്യൂബിനകത്തുണ്ട്. നല്ല രസമാണ് അത് കണ്ടിരിക്കാൻ. അവർക്കൊരു ടൈപ്പ് ഡാൻസ് ഉണ്ട്, കൽബേലിയ ഡാൻസ് എന്ന് പറയും. ഈ പാമ്പിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡാൻസ് ആണ് അവർക്കുള്ളത്. ഈ പാമ്പിന്റെ തൊലികളുടെ ചെളുക്ക പോലെയൊക്കെ കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സുകളുമാണ് അവര് വിയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ വേൾഡ് ഹെറിറ്റേജിന്റെ സൈറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇവരുടെ ഡാൻസ് അടക്കം. അതുപോലെ തന്നെ നമ്മുടെ ഗുജറാത്തില് നമുക്ക് എല്ലാവർക്കും അറിയാം, മരുഭൂമിയിലെ കപ്പൽ എന്നാണ് നമ്മൾ ഒട്ടകങ്ങളെ പറയുന്നത്. പക്ഷേ ഗുജറാത്തില് യഥാർത്ഥത്തിൽ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഒട്ടകങ്ങളുണ്ട്. ഓക്കെ, വെള്ളത്തിലൂടെ മൂവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒട്ടകങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ ഒത്തിരി അമ്പലങ്ങള്, മധുര മീനാക്ഷി ക്ഷേത്രം, ഗുരുവായൂര്, ശബരിമല, സോമനാഥ് ക്ഷേത്രം, അക്ഷർധാം ക്ഷേത്രങ്ങള്, ഈവൻ ജമ്മു ഖത്ര ടെമ്പിള്, നമ്മുടെ വൈഷ്ണോ ദേവി, ബദ്രിനാഥ്, കേദാർനാഥ്, വാരണാസി, അയോധ്യ, ദേവിയുടെ ആർത്തവത്തിന് മാസത്തിൽ 7 ദിവസം അടച്ചിടുന്ന കാമാഖ്യ ക്ഷേത്രം, നമ്മുടെ വേറെ ഫെസ്റ്റിവൽസ്, നവരാത്രി ഫെസ്റ്റിവൽ ഓഫ് ദുർഗാ പൂജ നമ്മുടെ കൊൽക്കത്ത ആ ഭാഗങ്ങളിലുള്ളത്. സോ ഇത്തരത്തിലൊരു ഡിവോഷണൽ മാപ്പ് കൂടെ, അല്ലെങ്കിൽ ഡിവോഷണൽ ഏരിയ കൂടെ, ഭക്തിയുടെ ഒരു ഏരിയ കൂടെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഡിവോഷണൽ സർക്യൂട്ട് ഇന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് സർക്യൂട്ട് നമുക്ക് ഇപ്പോഴും മിനിസ്ട്രി ഓഫ് ടൂറിസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഈസ് ഹെൻസ് ഇറ്റ് ഇസ് പ്രൂവ്ഡ് ദാറ്റ് ഇന്ത്യ ഇസ് എ വണ്ടർലാൻഡ്. രണ്ടാമതും പിന്നീട് കാണിക്കുന്നത് എന്താ, പ്രകൃതി. എത്രത്തോളമാണ് പ്രകൃതി ഉള്ളത്? കാസിരംഗ വന്യജീവി സങ്കേതം ഉള്ളത് ആസാമിലാണ്. അവിടെ ആസാം ഇവിടെ അല്ല കേട്ടോ, അത് ആ മാപ്പിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. യെസ്, ആസാം ഉള്ളത് ഇവിടെയാണ്. ഓക്കെ, കാസിരംഗ വന്യജീവി സങ്കേതത്തില് ഇന്ത്യൻ 1 ഹോൺഡ് റൈനോസറസ്, അതുപോലെ നമ്മുടെ ഇവിടെ സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ലയൺ ടൈൽഡ് മക്കാക്ക് അതിനെ സംരക്ഷിക്കുന്നുണ്ട്. സുന്ദർബൻസ് ലോകത്തിലെ ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് ആണ്, കണ്ടൽ കാടുകളുടെ ഏരിയയാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. അവിടെ ബംഗാൾ ടൈഗർ ഉണ്ട്. ഓക്കെ, അതുപോലെ രൺതംബോർ ദേശീയോദ്യാനം,
ഇന്ത്യയിലെ സിംഹത്തെ കാണുന്ന ഏക ദേശീയോദ്യാനം, ഗിർ വന്യജീവി സങ്കേതം. ഇതുപോലെ പ്രകൃതി തന്നെ പല മാർവലസ് ആയിട്ട് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇന്ത്യയിലെ കരകൗശല പരമ്പരാഗത വസ്തുക്കള്, പഷ്മിന ഷാളുകള്, പഷ്മിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള, പഷ്മിന ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തരം ആടുകളുടെ പുറത്തുനിന്ന് എടുക്കുന്ന രോമം കൊണ്ടുണ്ടാക്കുന്ന വളരെ വിലയേറിയ, വളരെ അതിൽ അതിനിപുണന്മാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ മെക്കനൈസ്ഡ് അല്ലാതെ കൈകൊണ്ടുണ്ടാക്കുന്ന പഷ്മിന ഷോൾസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ചന്തേരി സാരികൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ നാഗ്പൂർ ചപ്പലുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വർലി പെയിന്റിങ്ങുകൾ ഉണ്ട്, തഞ്ചാവൂർ പെയിന്റിംഗ് ഉണ്ട്. തഞ്ചാവൂർ പെയിന്റിങ്, മൈസൂർ പെയിന്റിങ്, ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യഥാർത്ഥത്തിലുള്ള ഗോൾഡ് ഇല്ലേ, ഈ നമ്മൾ ചിത്രം സാധാരണ വരയ്ക്കുമ്പോൾ ആ ചിത്രത്തിനകത്ത് ഇങ്ങനെ വരച്ച് വെക്കുക ചെയ്യുക. പക്ഷെ ഇവര് വരയ്ക്കുന്ന സമയത്ത് അതിനകത്ത് ഗോൾഡിന്റെ കവറിങ് ഉണ്ടായിരിക്കും, ഗോൾഡിന്റെ കുഞ്ഞു കുഞ്ഞു കവറിങ് ഉണ്ടായിരിക്കും. അതിനൊക്കെ നല്ല റേറ്റ് ആണ്. ഓക്കെ, തീർച്ചയായും ഭക്തിയുടെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അതേസമയം ഈ എൻറ്റയർ മെയിൻലാൻഡിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറും വളരെ വ്യത്യസ്തമായിട്ടുള്ള കരകൗശല കാര്യങ്ങളുമാണ് അങ്ങ് നോർത്ത് ഈസ്റ്റിലുള്ളത്. ഓക്കെ, ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഇസ് എ വണ്ടർലാൻഡ്. അഗെയിൻ ഇറ്റ് ഇസ് പ്രൂവിംഗ് ദാറ്റ് ഇന്ത്യ ഇസ് എ വണ്ടർലാൻഡ്. നൗ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ നിങ്ങളൊന്ന് പറയണേ. ഫസ്റ്റ് വൺ, മൃതദേഹങ്ങൾക്ക് മുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അപൂർവ റെസ്റ്റോറന്റ് ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് യഥാർത്ഥ ശവകുടീരങ്ങൾക്ക് നടുവിലും അതിന് മുകളിലുമായി ആളുകൾ ഇരുന്ന് ചായയും ഭക്ഷണവും കഴിക്കുന്ന പ്രസിദ്ധമായ ഒരു കഫേയോ റെസ്റ്റോറന്റ് ഉള്ളത് എന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് ഒരു തവണയിലും കാണാൻ സാധ്യതയുണ്ട്. ഗൗരിയുടെ യാത്രകൾ എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സാറ് ഊഹിച്ചത് ആ ഊഹത്തിന് ഒരു കറക്റ്റ് റീസൺ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതുള്ളത് ഗുജറാത്തിലാണ്, അഹമ്മദാബാദിലെ ഗുജറാത്തിലാണ്. ന്യൂ ലക്കി റെസ്റ്റോറന്റ് എന്ന് പറയും. ഓക്കെ, ഒരു പഴയ മുസ്ലിം ഖബർസ്ഥാനകത്തുള്ള ശവകുടീരങ്ങൾക്ക് ചുറ്റുമാണ് ഈ പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ മരണമടഞ്ഞ ആത്മാക്കൾക്ക് ആദരവ് നൽകിയിട്ട് തന്നെയാണ് അവർക്ക് ചുറ്റും ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഒരു ഭാഗ്യമാണ് എന്നുള്ള രീതിയിലാണ് ഐതിഹ്യം ഇവിടെ പകർന്നിട്ടുള്ളത്. നൗ ഇതെവിടെയാന്ന് പറയാൻ പറ്റുമോ? ഏത് സ്റ്റേറ്റ് ആണെന്ന് ഊഹിച്ചാൽ മതി. പാമ്പുകള് വീടിനുള്ളിൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഗ്രാമം. ഏത് ഗ്രാമത്തിലാണ് വിഷപ്പാമ്പുകളായ മൂർഖൻ പാമ്പുകൾ ഓരോ വീടുകളിലും ഇതുപോലെ അവരുടെ ഭാഗമായി കഴിയുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഏത് സ്റ്റേറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? സെൻട്രൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആണ്, ഇന്ത്യയുടെ മധ്യത്തിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. എനിക്ക് മഹാരാഷ്ട്രയിലുള്ള ഒരു ഗ്രാമത്തിലാണ് ഇങ്ങനെ ഞാൻ കണ്ടത്. എന്താ പറയുക, കുട്ടികൾക്ക് ആർക്കും പേടിയില്ല. വീട്ടിൽ വരെ വന്നിട്ട് എന്താ പറയണ്ട, അവരങ്ങനെ നിൽക്കും, എന്താ പറയാ, അവര് പാല് വരെ കൊടുക്കും. അങ്ങനത്തെ രീതിയിൽ ഈസി ആയിട്ടുള്ള വളർത്തു മൃഗങ്ങൾ പോലെ സംരക്ഷിക്കുന്നു. താങ്ക് യു സർ. ഉപദ്രവിക്കൂല പാമ്പ് അവരെ ഉപദ്രവിക്കൂല. അങ്ങനെയുള്ള രീതിയിൽ ഓക്കെ. മധ്യപ്രദേശിലും ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ സാറ് പറഞ്ഞ പോലെ മഹാരാഷ്ട്രയിലും ഇത് വായിച്ചിട്ടുണ്ട്. ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഷേത്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാഷ്ട്രയിലെ ഷോലാപൂർ ജില്ലയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് പറയാൻ പറ്റുമോ? അമ്മമാര് മാത്രം നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആണ്. നോർത്ത് ഈസ്റ്റിൽ പൊതുവെ സ്ത്രീകൾക്കാണ് കേട്ടോ മുൻഗണന. ഗസ് ചെയ്യാൻ പറ്റുമോ? ദ ആൻസർ ഈസ് മണിപ്പൂർ. ഇമാ കെയ്ഥൽ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, അമ്മമാരുടെ മാർക്കറ്റ് എന്നാ പറയുന്നത്. ഞാനീ പറഞ്ഞില്ലേ 2019 ഇങ്ങനെ പഞ്ചാബിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പഞ്ചാബിലെ പഖ്വാര റെയിൽവേ സ്റ്റേഷനിലാണ് ആ സമയത്ത് ഞങ്ങൾക്ക് അവിടുത്തെ LPU പോയതാണ്, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ പോയതാണ് ഒരു കോൺഫറൻസിനായിട്ട്. അപ്പോൾ ആ പഖ്വാര റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്തൊരു സന്യാസി വന്നിരുന്നു. അപ്പോൾ ഈ സന്യാസി ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ബിസ്ക്കറ്റ് കൊടുത്തു. അതെടുത്ത് അദ്ദേഹം കഴിച്ചു. അത് കഴിച്ചിട്ട് ഇങ്ങനെ എന്നോട് ചോദിച്ചു, എനിക്ക് ഹിന്ദി അറിയില്ല, ആകെ മുറി ഹിന്ദി മാത്രം അറിയാൻ പറ്റൂ. അപ്പോ ഈ ഹിന്ദിയിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, എവിടുന്നാ വരുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കേരളത്തിൽ നിന്നാണ്, ഞങ്ങൾ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്, ഇവിടെ കുറെ ഇങ്ങനെ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട് എന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാ, ഇനിയും യാത്ര ചെയ്യണം, നിങ്ങൾ അനുഭവങ്ങൾ അറിയണം, മനസ്സിലാക്കണം, മനുഷ്യന്മാരെല്ലാവരും ഒന്നാണ്, സ്നേഹത്തിന്റെ ഭാഷയാണ്. ഇന്ന് എനിക്ക് വിശന്നു കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ഈ ബിസ്ക്കറ്റാണ് എന്റെ വിശപ്പ് അകറ്റിയത്.
നാളെ നിങ്ങളുടെ വിശപ്പ് അകറ്റാൻ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് തരും. മനസ്സിലെന്നും നന്മ സൂക്ഷിക്കുക. ഇതാണ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് ലവ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അന്ന് എനിക്ക് പറഞ്ഞു തന്നത് എല്ലാ രീതിയിലും എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹവും പറഞ്ഞു തന്ന കാര്യങ്ങളും ഏകദേശമല്ല, സെയിം ആണ്. ലവ് ലാംഗ്വേജ്, ദ ലാംഗ്വേജ് ഓഫ് ലവ്, സഹവർത്തിത്വത്തിന്റെയും സമാധാനത്തിന്റെയും ഭാഷ എന്നും സ്നേഹവും അതുപോലെ തന്നെ ഒത്തൊരുമയുമാണ്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോ ഈ യാത്രകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അതേസമയം പോസിറ്റിവിറ്റി മാത്രം കണ്ടുകൊണ്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യണം. ഞാന് ഡോക്ടർ മിത്ര സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള മാമിന്റെ രണ്ടല്ല, അവരുടെ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അവർ ഇന്ത്യ മാത്രം സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുള്ളത് ഒരു ദേശി ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ അവരുടെ ഒരു ബുക്കാണ്. നല്ല ബുക്ക്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മോനും കൂടെ മിത്ര മാമിന്റെ മോനും കൂടെ 59 ദിവസം കൊണ്ട് കോവിഡിന് ശേഷം ഇന്ത്യ മുഴുവൻ കറങ്ങി വന്നൊരു അനുഭവമാണ് അതിനകത്ത് പറയുന്നത്, കാറില്. നല്ല ബുക്കാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം അതുണ്ട്. അതുപോലെ ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഇതെന്ന് തോന്നുന്നു. നരമുണ്ടോ ഖേല എന്ന് പറഞ്ഞിട്ട് നിസാർ ഇൽത്തുമിഷ് അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ്. ഇന്ത്യയിൽ പറയുന്ന വൈഡ് വെറൈറ്റീസ് ഓഫ് കൾച്ചേഴ്സ് പ്രകാരം. അപ്പോ ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കോട്ടെ, ഇതിനു മുൻപ് ആളുകൾ നടന്നു പോയതായിക്കോട്ടെ, നമ്മുടെ യാത്ര ഇന്നലെ തുടങ്ങിയതല്ല. അത് ആരംഭിച്ചിട്ട് മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയി. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ബിക്കോസ് നമ്മളുടെ എല്ലാവരുടെയും DNA തന്നെ യാത്ര എന്ന് പറയുന്ന സാധനം അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഓക്കെ, സോ കണ്ടിന്യൂ അവർ ജേണി മാത്രമല്ല, കണ്ടിന്യൂ യുവർ ഓൾസോ. വി ഹാവ് ടു ബി വാട്ട് ടു സേ ഇൻ എ ട്രാൻക്വിലിറ്റി. നമ്മുടെ എപ്പോഴും നമ്മളിനേക്കാൾ മുകളിലുള്ള കാര്യങ്ങൾ അറിയണം. നാരോ ആയി പോവാതിരിക്കാൻ നമ്മൾ എന്നും ശ്രദ്ധിക്കണം. വി ഹാവ് ടു ബി ഹാപ്പി. ഹാപ്പിനെസ്സിലേക്കുള്ള ഒന്നാമത്തെ കീയാണ് ട്രാവൽ, എക്സ്പീരിയൻസ്. പുതിയ പുതിയ ആളുകൾ, പുതിയ പുതിയ ദേശങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ കാഴ്ചകൾ, പുതിയ പുതിയ സന്തോഷങ്ങൾ. ദാറ്റ്സ് ഓൾ അബൌട്ട് യാത്ര. താങ്ക് യു. ഇത്രയും നേരം പേഷ്യൻസോട് കൂടി എൻ്റെ ഈ വലിയൊരു ലെക്ചർ കേട്ടുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാട്ടോ. താങ്ക് യു സോ മച്ച് മാം. അടിപൊളി വണ്ടർഫുൾ സെഷൻ ആയിരുന്നു കേട്ടോ. പേഷ്യൻസോട് കൂടി കേട്ടു എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞപ്പോ വിഷമായി പോയി. ഇത്രയും നല്ല സൂപ്പർ ആയിരുന്നു. പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയാ, ഡിഫറൻസ് ആയിരുന്നു ഈ ഒരു ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ക്ലാസ് ട്രാവലിന് ഇത്രയും ഇതായിട്ട് നമ്മളുടെ ഇന്ത്യയിൽ ഒന്നും ആരും ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഈ ഒരു ഇതെന്ന് പറയുന്നത് നമ്മള് ഇന്ത്യയുടെ ആത്മാവിൽ ഇവിടെ നടത്തിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. വെറും മാമിന്റെ ക്ലാസ് ഒരു ഇൻഫോർമേറ്റീവ് മാത്രമല്ല, ഓരോ സ്ഥലം ഓരോ സ്റ്റോറി ആയിട്ട്, ഓരോ വിവരണങ്ങളും ഓരോ എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ എല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. യാത്ര എന്ന് പറയുന്നത് ശരിക്കും നമ്മളിങ്ങനെ ജേണി മാത്രമല്ല, നമ്മളുടെ ഓരോ കൾച്ചറും മനുഷ്യന്മാരെയും സ്വന്തത്തെയും കണ്ടെത്തലാണെന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ മാം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഇത്ര മനോഹരമായിട്ട് പങ്കുവെച്ചതിന് വളരെയധികം നന്ദി. ഇനിയും ഇതുപോലെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ മാമിന് ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇതുപോലെ ഷെയർ ചെയ്യാനും ഉള്ള ഇത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you so much. Thank you so much for wonderful words. I'm happy and positive. വലിയൊരു നീണ്ട യാത്ര കഴിഞ്ഞു വന്നായിരുന്നു തോന്നുന്നു. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു അമ്മ. അമ്മയ്ക്കും ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടല്ലോ വടക്കേന്ത്യയിലൊക്കെ യാത്ര ചെയ്തിട്ട്. അമ്മയുടെ അത്ര അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ജീവിതകാലം മുഴുവൻ. താങ്ക് യു.
ഗുഡ് മോർണിംഗ് ഷഫീഖ മാം. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്. നേരത്തെ സജന മാം പറഞ്ഞ പോലെ അങ്ങനെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അധികം വരാറില്ല, വന്നിട്ടില്ല എന്ന് തോന്നുന്നു തീരെ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ, ആരും ഇല്ലാതെ, പ്ലാനൊന്നും ചെയ്യാതെ. എന്തായാലും നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു രാവിലെ തന്നെ. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ലൈക്ക് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ സെഷനിലൊന്നും ഇന്ത്യ അവസാനിക്കില്ല എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം. പക്ഷേ നമുക്ക് ഇതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. സാറ് പറഞ്ഞതുപോലെ സോളോ ആവുമ്പോൾ ആരുടെയും കൺട്രോൾ വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സോളോ ട്രിപ്സ് എനിക്കും ഇഷ്ടമാണ് സർ, വളരെ നല്ലതാണ് സോളോ. ഹലോ, ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഫീഡ്ബാക്ക് പറയുന്ന ആളുകളൊക്കെ ഇന്ന് ലീവാന്ന് തോന്നുന്നു. താങ്ക് യു നിഷ മാം. ഞാൻ ചാറ്റ് ബോക്സിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാലേ. എല്ലാവരും ഗ്രൂപ്പിൽ ഫീഡ്ബാക്കുകളൊക്കെ അയക്കുക. ഇനിയും ഇതുപോലുള്ള സെഷൻസ് ആയിട്ട് മാം വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു തീർച്ചയായും ഞാൻ ശ്രമിക്കാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു മാം.